ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ്. 2016 വന്ന LDF സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്തു നൽകിയത്. ഇപ്പോഴാകട്ടെ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി 1600 രൂപയുമാക്കിയിട്ടുമുണ്ട്. ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. LDFന്റെ കൂറ്റൻ തോൽവിക്ക് പിന്നാലെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പെട്ടെന്ന് തീർന്നു. ഇനി ഒരു കുടിശ്ശികയും ബാക്കി വെക്കില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. LDFന്റെ കനത്ത തിരിച്ചടിക്ക് കാരണമായി വിലയിരുത്തുന്ന കാര്യങ്ങളിലൊന്നായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലെ കുടിശ്ശിക ഇനി ഉണ്ടാവില്ല. നിലവിലെ 5 ഗഡു കുടിശ്ശിക 2 തവണയായി കൊടുക്കും. ഈ സാമ്പത്തിക വർഷം 2 ഗഡു, അടുത്ത സാമ്പത്തിക വർഷം ബാക്കിയുള്ള 3 ഗഡു. അതുമാത്രമല്ല, ക്ഷേമ പെൻഷനുകൾ കൂട്ടുമെന്ന നിർണായക പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയിരിക്കുകയാണ്. കേന്ദ്രവിഹിതം കുറഞ്ഞതിനാലാണ് എല്ലാം മുടങ്ങിയതെന്ന പതിവ് പല്ലവി ആവർത്തിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു ക്ഷേമ പെൻഷൻ വെറും വാക്കോ. പ്രൈം ഡിബേറ്റിൽ CPMനെ പ്രതിനിധീകരിച്ച് ശ്രീ M പ്രകാശൻ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, വലയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ മേരി ജോർജ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിൽ ഇപ്പോൾ കുടിശ്ശിക തീർക്കും എന്നുള്ളത് പതിവ് പ്രഖ്യാപനമാണ്. അത് മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 2 ഗഡു കുടിശ്ശിക അത് കൊടുത്തു തീർത്തതുമാണ്. 5 ഗഡുവാണ് നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ബാക്കിയുള്ളത്. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ, അതായത് 2024-25. അടുത്ത 3 ഗഡു എന്ന് പറയുന്നത് 25-26 കൊടുത്തു തീർക്കും. പിന്നെ ഇനി അങ്ങോട്ട് സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുകയേ ഇല്ല എന്നാണ്. 1600 രൂപ കൃത്യമായിട്ട് ഓരോ മാസവും കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇത്രയും വലിയ ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് ചോദിച്ചത്. മഞ്ജുഷ്, അങ്ങനെ ഒരു ധനപ്രതിസന്ധി ഇല്ലാത്ത ഘട്ടത്തിലേക്ക് മാറി എന്ന് വിശ്വസിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. പക്ഷേ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ അസംബ്ലിയിലൊക്കെ പറഞ്ഞ കാര്യം വെച്ചാണെങ്കിൽ വൻ വർധനവാണ് നികുതി വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് സാധ്യതയുണ്ട് നികുതി വരുമാനത്തിൽ വർധനവുണ്ടാണ്. കാരണം ഇപ്പോഴും GSTയിൽ ചേക്കേറാതെ സംസ്ഥാനത്തിൻ്റെ കിറ്റിയിൽ തന്നെയാണ് ഏകദേശം 50-55% നികുതി പിരിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ. അതായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ തനത് വരുമാനത്തിൻ്റെ, അതായത് സംസ്ഥാനത്ത് നിന്ന് പിരിച്ചെടുക്കാവുന്ന നികുതി വരുമാനത്തിൻ്റെ 25 മുതൽ 30% വരെ നമുക്ക് കിട്ടുന്നത് മദ്യത്തിൽ നിന്നാണ്. അത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ. പിന്നെ 20 മുതൽ 25% വരെ ലഭിക്കുന്നത് ഇന്ധനത്തിൽ നിന്നാണ്. അതും ഇവിടെ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഇടുന്ന നികുതിക്കും സെസ്സിനും സർചാർജിനും ഉപരി സംസ്ഥാന സർക്കാർ സ്വന്തമായിട്ട് നികുതി, സെസ് ഇതൊക്കെ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ആ 2 മാർഗങ്ങൾ, അതായത് മദ്യം അതുപോലെ തന്നെ ഇന്ധനം, ഈ 2ൽ നിന്നുമുള്ള വരുമാനം തന്നെ 45% വരും. പിന്നെ ഒന്നാണ് ഇലക്ട്രിസിറ്റി, അതുപോലെ ഭൂനികുതി, ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം നികുതികളും ആണ് 4ാമത്തെ. അങ്ങനെ ഈ 4 സോഴ്സസും സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ്. ഇതിനെ തന്നെ കൂട്ടിയും കുറച്ചും നല്ല വരുമാന സാധ്യതകൾ സംസ്ഥാന സർക്കാർ കാണാറുണ്ട്. അപ്പോൾ ഇക്കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാം, സാധ്യതയുള്ളിടത്തെല്ലാം ശ്രീ ബാലഗോപാൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമാന വർധനവ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും. എന്നിട്ട് എന്തുകൊണ്ടാണ് ധനപ്രതിസന്ധി ഇത്ര ആഴത്തിലായത്, ഇത്രയധികം കടമെടുക്കാനുള്ള വ്യഗ്രത കാണിച്ചത്? കടം, അതായത് GSDP വഴിയായിട്ട് 3% കടമെടുക്കാവൂ. അതിനുപരിയായിട്ട് കിഫ്ബിയും പെൻഷൻ ഫണ്ട് ലിമിറ്റഡും ഒക്കെ വഴിയെടുത്ത കടം അത് ചേർക്കാതെ തന്നെ ബജറ്റിനകത്തെടുക്കാവുന്ന സഞ്ചിത കടം 29% GSDPയുടെ. അത് 36, 38 ഈ തരത്തിലേക്കൊക്കെ പോയപ്പോഴാണ് CAGയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ
ചൂണ്ടി വാണിംഗ് കൊടുത്തത് കടക്കണിയിലേക്കാണ് പോകുന്നത്. ആവശ്യത്തിലധികം കടമെടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളത്തെ മുദ്രകുത്തി. അങ്ങനെ കർശന നിയന്ത്രണം കൊണ്ടുവന്നപ്പോഴാണല്ലോ ഇവർ സുപ്രീം കോടതിയിൽ വരെ പോയത്, ഞങ്ങൾക്ക് വായ്പ എടുക്കാനുള്ള അവസരം ഒരുക്കി തരണമെന്ന് പറഞ്ഞ്. അങ്ങനെ പോയപ്പോഴാണ് ഈ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന കടം നമ്മുടെ നോർമൽ, അതായത് FRBM ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് എടുക്കാവുന്നത് ബജറ്റിന്റെ 3%, ബജറ്റിന്റെ അല്ല, നമ്മുടെ GSDPയുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% കടമാണ്. അത്രയും ആ എടുക്കുന്ന കടത്തിലേക്ക് കിഫ്ബി വഴി നിങ്ങൾ കടം എടുത്തോളൂ, SSLP വഴിയും കടം എടുത്തോളൂ, പക്ഷെ അത് രണ്ടും ഈ 3% ഒതുങ്ങണം എന്ന് പറഞ്ഞ് കടത്തിലൊരു കടുംവെട്ട് വെട്ടിയപ്പോഴാണ് കടം എടുക്കാനുള്ള സാധ്യത കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നത്. അപ്പോൾ അങ്ങനെ ഈ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം 3-4 ഘട്ടമായിട്ട് 3-4 ഡിവൈഡ് ചെയ്ത് അത് 2022, 23, 24, 25, 26 വർഷങ്ങളിലെ കടമെടുപ്പിനകത്തേക്ക് ഉൾപ്പെടുത്തും എന്ന് സൂചന നൽകി. അങ്ങനെയാണ് കടമെടുക്കാനുള്ള പരിധി വീണ്ടും കുറഞ്ഞു പോയത്. അപ്പോഴാണ് ഇവിടെ വലിയ ബഹളവും കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളാരും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വെച്ച് കടമെടുക്കുന്നില്ല, കേരളം മാത്രമാണ് അങ്ങനെ എടുക്കുന്നത്. ഒരു സംശയമുള്ളത് ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഈ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കുമെന്നും ഇനി അങ്ങോട്ട് ഞാൻ പല കാര്യങ്ങളും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന വിഷയം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയതുകൊണ്ടാണ് അതിലേക്ക് ആദ്യം വന്നത്. മറ്റു കാര്യങ്ങളുമുണ്ട്, ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കുടിശ്ശികയും ഒക്കെ ഉണ്ട്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറയുന്ന ആ രീതിക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. കേന്ദ്രം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ നൽകുന്ന വിഹിതം എന്ന് പറയുന്നത് ഓരോ മാസവും 200 രൂപ മുതൽ 500 രൂപ വരെയാണല്ലോ. അത് ഈ പ്രായപരിധി വെച്ചും അതുപോലെ തന്നെ വിവിധ പെൻഷനുകളിലുമായിട്ട്. അങ്ങനെ വരുമ്പോൾ കേന്ദ്രം നൽകാത്തത് കൊണ്ടാണ് ഈ വിഷയമെന്ന് മുഖ്യമന്ത്രി വീണ്ടും പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? കേരളം സ്വന്തം നിലയ്ക്ക് 1600 രൂപയാക്കിയതാണല്ലോ, അല്ലാതെ കേന്ദ്രം അതനുസരിച്ച് വിഹിതം കൂട്ടി നൽകണം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണല്ലോ, കേന്ദ്രം കൃത്യമായിട്ട് ഈ പണം തരുന്നില്ല എന്ന്. ഏറ്റവും അവസാനമായിട്ട് തന്നത് 2023 23 ജൂണിലാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ഇത്രയും മാസത്തെ പെൻഡിങ് കേന്ദ്രവും വെച്ചിട്ടുണ്ട്. ശരിയാണ്, കേന്ദ്രം നൽകുന്ന പണത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ കഴിയില്ല. കേരളം സ്വന്തം നിലയ്ക്ക് കൂട്ടിയതാണ്. അത് കൂട്ടി 3000 രൂപ വരെ എത്തിക്കുമെന്നുള്ളത് തന്നെ LDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞതും. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? അത് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു മാർഗം മാത്രമല്ലേ? തീർച്ചയായിട്ടും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗമാണ് മഞ്ജുഷ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, കേന്ദ്രം പണം കൊടുക്കണമെങ്കിൽ 200 മുതൽ 500 വരെയുള്ളത് കൊടുക്കണമെങ്കിൽ 500 കിട്ടുന്നത് 80 കഴിഞ്ഞവർക്കാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആ പെൻഷൻ സ്കീമിലൊക്കെ പെട്ട പണം കേന്ദ്രം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ഇത് കൊടുത്തതിൻ്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിലെത്തണം. അതുപോലെ തന്നെ ആ റിപ്പോർട്ടിനെ ഓഡിറ്റ് ചെയ്ത് CAGയും റിപ്പോർട്ട് കേന്ദ്രത്തിലെത്തിക്കണം. ഈ 2 റിപ്പോർട്ടുകളും കിട്ടി വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കേന്ദ്രം ആ ഫണ്ട് കൊടുക്കുകയുള്ളൂ. അതാണ് രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ 5 മാസമായിട്ട് കുടിശ്ശിക കിടക്കുകയാണ്. അപ്പോൾ ഈ കേന്ദ്രം ഫണ്ട് കൊടുത്തിരുന്നെങ്കിലും അത് കുടിശ്ശികയായിട്ട് കിടക്കുമായിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെ വരും. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും കുടിശ്ശികയിട്ട കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുപോലെ നമുക്കറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം 23-24 വർഷത്തില് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായിട്ട് കേന്ദ്രം കൊടുത്ത ഗ്രാന്റ് പോലും വകമാറ്റി ചെലവഴിച്ചതല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് ആദ്യ ഗഡു ഗ്രാന്റ് കേന്ദ്രം കൊടുത്തുള്ളൂ, രണ്ടാമത്തെ മൂന്നാമത്തെ ഗഡു കൊടുത്തില്ല. അപ്പൊ ഈ വകമാറ്റി ചെലവഴിക്കല് എന്ന ഒരു ദുർച്ചെലവ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖമുദ്രയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട്
ഒരു പ്രാവശ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വകമാറ്റും. അതോടെ അതിൻ്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് അയക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഓഡിറ്റഡ് റിപ്പോർട്ട് അയക്കാൻ പറ്റണമെങ്കിൽ കൃത്യമായി ഏത് ആവശ്യത്തിനാണോ ഫണ്ട് ചെലവഴിച്ചത് കൊടുത്തത് കേന്ദ്രം കൊടുത്തത് ആ ആവശ്യത്തിന് തന്നെ ചെലവഴിച്ചിരിക്കണം. അങ്ങനെയുള്ള ഓഡിറ്റഡ് റിപ്പോർട്ടാണ് കേന്ദ്രത്തിൽ എത്തേണ്ടത്. അങ്ങനെ എത്തുകയില്ല എന്ന കാരണം കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് കിട്ടാൻ താമസം വരുന്നു. അന്ന് നമുക്കറിയാമല്ലോ, നെല്ലിൻ്റെ വില കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് വകുപ്പിൽ നിന്ന് കേന്ദ്ര ഭക്ഷ്യ വകുപ്പിൽ നിന്ന് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതായത് ഡെപ്യൂട്ടി സെക്രട്ടറിയോ മറ്റോ ഇവിടെ കേരളത്തിൽ വന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ധനമന്ത്രി വന്നു. അവരൊക്കെ പറഞ്ഞതാണ് ഈ ഇഷ്യൂ ഓഡിറ്റഡ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. കാരണം പല സംസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറീസിനും ഇതുപോലെ ഫണ്ട് കൊടുക്കുന്നതാണ്. അവരൊക്കെ വകമാറ്റി ചെലവഴിച്ചാൽ കേന്ദ്ര ഫണ്ട് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പം അങ്ങനെ വരാതിരിക്കാനും ഇഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തെന്ന് ഉറപ്പുവരുത്താനുമാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ഫെഡറൽ സിസ്റ്റത്തിന് എതിരല്ല, അത് ഫെഡറൽ സിസ്റ്റത്തിനെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഫണ്ട് അപ്പം നമുക്കറിയാം, ഇവിടെ പാഡി റെസീറ്റ് ഷീറ്റാണ് കർഷകർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സംഭരിച്ച് ആ സംഭരണ വില കൊടുത്ത് അതിൻ്റെ സംഭരിക്കുന്നതിനുള്ള മറ്റ് ചെലവുകളും അത് കുത്തി അരിയാക്കുന്ന ചെലവും വഹിച്ച് ആ അരി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് സമസ്ത ചെലവുകളും കൂടി ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിലെത്തിക്കുക. CAGയും ആ ഓഡിറ്റഡ് റിപ്പോർട്ട് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്ത് CAGയുടെ റിപ്പോർട്ടും കേന്ദ്രത്തിലെത്തിക്കുക. അപ്പോഴാണ് നമുക്ക് നെല്ല് സംഭരണത്തിന്റെ വില കേന്ദ്രത്തിൽ നിന്ന് കിട്ടുക. പക്ഷെ ഇത് സംസ്ഥാന ഗവൺമെന്റ് പാഡി റെസീറ്റ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടുമോ? ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഈ പെൻഷൻ കുടിശ്ശിക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതോപാധിയായിട്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കാണുന്നത്. അത് മുടങ്ങിയത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടിയായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ LDFിനുണ്ടായിരുന്നു. അപ്പോൾ മുഖം രക്ഷിക്കാനുള്ള ഒരു വെറും പ്രഖ്യാപനമായിട്ടാണോ താങ്കൾ കാണുന്നത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ മതി, എന്നിട്ട് നമുക്ക് M പ്രകാശനിലേക്ക് പോകാം. മുഖം രക്ഷിക്കാനുള്ള ഒരു വാഗ്ദാനം മാത്രമാണോ ഇത്? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ 3 ഗഡു കൊടുക്കാൻ പോകുന്ന 2025-26 സാമ്പത്തിക വർഷമാണ്. അതായത് 2026 മാർച്ച് മാസം വരെ അതിനുള്ള സമയമുണ്ട്. 2026 സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് മിക്കവാറും അതേ കാലയളവിൽ ഏകദേശം ഏപ്രിൽ മാസത്തോടു കൂടി ആയിരിക്കുകയും ചെയ്യും എന്ന് കരുതാം. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു തന്ത്രമുണ്ടല്ലോ, ഒന്നിച്ചു കുറച്ച് ഗഡുക്കൾ കൊടുക്കുക, ഒന്നിച്ചു കുറച്ച് പൈസ കയ്യിലേക്ക് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു തന്ത്രം കൂടി ഇപ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി പ്രഖ്യാപിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മഞ്ജുഷ്, ഞാൻ പറയുന്നതിന് മുൻപ് മഞ്ജുഷ് അത് പറഞ്ഞിരുന്നു. അതായത് രാഷ്ട്രീയ എഞ്ചിനീയറിംഗ് അതാണ് ഇപ്പോഴേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2025 ഒരു 3ാം വരവിന് വഴിയൊരുക്കുക. അതിനു വേണ്ടിയാണ് 2 ഗഡുക്കൾ ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും കൊടുക്കും. അതായത് 2024-25 അവസാനമാകുമ്പോഴത്തേക്കും കൊടുക്കും. അതുവരെ ഉരുട്ടി പോയിട്ട് അടുത്ത 3 ഗഡുക്കൾ ഒന്നിച്ച് പിന്നെ 25-26 വർഷത്തിൽ, അതായത് 25-ലാണല്ലോ ഇലക്ഷൻ ഉണ്ടാകേണ്ടത്, ആ സമയത്തേക്ക് കൃത്യമായിട്ട് കൊടുക്കും, അടുപ്പിച്ച് ഒറ്റയടിക്ക്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേനും പിന്നെ അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് 2ാം പിണറായി ഗവൺമെന്റ് വന്നത് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും വഴിയാണ്, അല്ലാണ്ട് ഭരണ മികവ് കൊണ്ടല്ല. കോവിഡ് വന്നു, കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടം പോലെ അരിയും ധാന്യങ്ങളും കിട്ടി, അത് കിറ്റായിട്ടും കമ്മ്യൂണിറ്റി കിച്ചണായിട്ടും കൊടുത്താണ് 2ാം വരവ് വന്നത്. 3ാം വരവിനും അതുപോലെ ചില ട്രിക്കുകൾ ഗവൺമെന്റ് ഇപ്പോഴേ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആ ആസൂത്രണത്തിന്റെ മികവിലാണ് ഈ പരാജയം, ഇപ്പോഴുണ്ടായ ഈ ലോകസഭാ പരാജയം ഗവൺമെന്റിനെ തളർത്തിയില്ല. കാരണം അവരുടെ മാജിക്ക് ഇതല്ല. അവരാഗ്രഹിക്കുന്നത് കേരളത്തിന്റെ ഭരണം തന്നെ 3ാം തവണയും പിടിച്ചെടുക്കുക. ഇങ്ങനെയൊക്കെയാണല്ലോ വെസ്റ്റ് ബംഗാളിൽ 35 വർഷം ഒറ്റയടിക്ക് അവർ ഭരിച്ചുകൊണ്ട് പോയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു തന്ത്രമായി ഇവിടെയും പയറ്റുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കൊണ്ട് തന്നെയാണ് ഈ 3 ഗഡുക്കൾ അവസാനം 2025 കൊടുക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ അത് അവരുടെ ഒരു ടാറ്റിക്സ് ആണ്, ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ മലയാളികൾ വീണ്ടും വീഴുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ശരി, ശ്രീ M പ്രകാശൻ മറുപടി. ഞാൻ അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് താങ്കൾ തുടങ്ങുക. ഡോക്ടർ മേരി ജോർജിനെ ഒരു കേവലം സാമ്പത്തിക ശാസ്ത്രിയായി അവതരിപ്പിച്ചത് ശരിയായില്ല. അവരെത്രയോ കാലമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ സാമ്പത്തിക നിലപാട് കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന കാര്യം കൂടി നിങ്ങൾ പറയേണ്ടതായിരുന്നു.
ഇരിക്കട്ടെ. ഇനി അവരുടെ ന്യായം സംബന്ധിച്ച് ഈ ഇന്ത്യയിലെ സാമ്പത്തികമായിട്ടുള്ള വിഭജനം സംബന്ധിച്ച് രാജ്യത്തുള്ള എല്ലാ എക്കോണമിസ്റ്റുകളും ഗൗരവമായി ചർച്ച ചെയ്തൊരു വിഷയങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ മേരി ജോർജിന് അറിയാത്തതെന്ന് എനിക്കറിയില്ല. ഒന്ന്, സംസ്ഥാനങ്ങളും അതുപോലെ കേന്ദ്രവും ചേർന്നതാണ് രാജ്യം. അല്ലാതെ കേന്ദ്രം ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനും സംസ്ഥാനമെല്ലാം അനുസരിക്കാനുമുള്ള ഒരു സംവിധാനമല്ല. നമ്മുടെ ഭരണഘടനക്കകത്ത് എങ്ങനെയാണ് ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ധനവിഭജനം ഉണ്ടാവേണ്ടത് ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലക്കുള്ള വ്യവസ്ഥയുണ്ട്. അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഒന്നാണ് ധനകമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ മേരിയോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് വരുന്ന കാലത്ത് ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്കുള്ള ഡിവിസിബിൾ പൂൾ അത് 88%. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അത് 78.1. 10% സെസ് വർദ്ധിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് വിഹിതം കുറച്ചത് ന്യായീകരിക്കത്തക്കതാണോ? 2, സംസ്ഥാനങ്ങൾക്കുള്ള ഒരുപാട് നികുതി പിരിവ് അധികാരം തന്നെ ഉപേക്ഷിച്ച് എടുത്തു കളഞ്ഞ് കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് ഒരുപാട് നികുതി പിരിവ് അധികാരം ഏറ്റെടുത്ത GST അതിനകത്തുള്ള ധനവുമായി ബന്ധപ്പെട്ട വിഷയം അംഗീകരിക്കാൻ വേണ്ടി പറ്റുമോ? മൂന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തിനകത്ത് ആകെ ചെലവ് പരിശോധിക്കുമ്പോൾ വരുമാനത്തിന്റെ 62.4% നിങ്ങൾ എഴുതി വെച്ചോളൂ, എഴുതി വെച്ചിട്ട് മറുപടി അറിഞ്ഞോളൂ. നമ്മുടെ വരുമാനത്തിന്റെ 62.2% കേന്ദ്രത്തിനും ചെലവിന്റെ 62.4% സ്റ്റേറ്റിനുമാണ് എന്നുള്ളത് രാജ്യത്താകെ അറിയുന്നൊരു കാര്യമാണ്. ഇത് ന്യായമാണോ? ചെലവ് കൂടുതൽ സ്റ്റേറ്റുകൾക്കും വരവ് കൂടുതൽ കേന്ദ്രത്തിനും എന്ന് പറയുന്ന ഈ നിലയിൽ മാറ്റം വരുത്തേണ്ടതില്ലേ? ഇതൊരു ഗൗരവമായിട്ട് കാര്യമാണ്. പിന്നെ സംസ്ഥാന ഗവൺമെന്റുകളോട് രാഷ്ട്രീയമായ നിലക്ക് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന സാമ്പത്തിക പക്ഷപാതിത്വം. ഇന്ന് കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു 2022-23 മാർച്ച് മാസം 31 മുതൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക നിലപാട്. എന്താ പ്രത്യേക നിലപാട്? സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി ഈ ബജറ്റേതര കടം, ആ ബജറ്റേതര കടം ഒരിക്കലും ഔപചാരിക കടത്തിൽ പെടുത്താറില്ല, ഇതുവരെയും പെടുത്തിയിട്ടില്ല. എന്നാൽ 2022 മാർച്ച് മാസം 31 കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് നൽകിയിരിക്കുന്ന ഒരു കത്തിൽ അന്നത്തെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് കേരളത്തിന്റെ ബജറ്റേതര കടം കടത്തിന്റെ പരിധിയിൽ വരും. അതുവരെ അതങ്ങനെ ആയിരുന്നില്ല. അതാവട്ടെ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കി. താങ്കൾ ഉദ്ദേശിക്കുന്നത് കിഫ്ബിയും പെൻഷൻ കമ്പനിയുടേതുമല്ലേ? കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും അല്ലേ? നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. അതിലൊരു മാറ്റത്തിന് സാധ്യമല്ല എന്നുള്ളത് അറിയാമല്ലോ ശ്രീ എം പ്രകാശ്. അല്ല, നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ന്യൂസ് 18 ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടോ നോക്കിയിട്ടല്ലോ ഞാൻ പറയുന്നത് CPM-ന് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള വിഷയമാണ്. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം ചർച്ച ചെയ്യാൻ ഞാൻ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. കോടതിയിൽ പോലും പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. കോടതിയിൽ പോലും പോയതാണ് ഈ വിഷയത്തിൽ. ധനകാര്യ മേഖലക്കകത്ത് ഒരു പുതിയ കോടതി ഇടപെട്ട് 13,600 കോടി അനുവദിച്ചല്ലോ. 13,600 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കുകയും ബാക്കിയുള്ള 24,000-ൽ പരം കോടി കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് ഒരു ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണം, തീരുമാനിക്കല്ലേ ചെയ്തത്. തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. കാരണം അത് ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അങ്ങനെ അനുവദിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണല്ലോ കോടതി ഉന്നയിച്ചത്. അതല്ല ഉന്നയിച്ചത്. കോടതി ഉന്നയിച്ചത് കേന്ദ്ര ഗവൺമെന്റിന് വിവേചനമനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് പണം അനുവദിക്കുന്നത് നിർണ്ണയിക്കാൻ അധികാരമുണ്ടോ? ഈ വിഷയം ഒരു പ്രത്യേക ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണം എന്നാണ്. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് താല്പര്യം വെച്ചിട്ട് BJP ഗവൺമെന്റുകൾക്ക് ഇഷ്ടം പോലെ, അതുപോലെ BJP ഇതര ഗവൺമെന്റുകൾക്ക് കൊടുക്കാതിരിക്കുക, ചില ഗവൺമെന്റുകൾ ശത്രുതാപരമായിട്ടാണ് ഇതിൽ നടക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ 14 കമ്മീഷൻ കേരളത്തിൽ അനുഭവിച്ചത് 2.5% ഈ ഡിവിസിബിൾ പൂളിൽ. 15 കമ്മീഷൻ അനുഭവിച്ചത് 1.92 അതുവഴി കേരളത്തിൽ നഷ്ടമായിരിക്കുന്നത് ഏതാണ്ട് 18,000 കോടിയാണ് കുറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയുമോ? ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റുകൾ ഇപ്പോൾ കേരളത്തിൽ കിട്ടി വന്നിട്ടുള്ള കേന്ദ്ര വിഹിതം എത്രയാ? 45% കേരളത്തിലെ മൊത്തം വരുമാനത്തിന്റെ 45% ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേന്ദ്ര വിഹിതമാണ്. ഇപ്പോഴോ 26% മാത്രമേ ഉള്ളൂ. അന്യായമാണെന്ന് പറയാൻ വേണ്ടി കഴിയണ്ടേ? 2020-21 കേന്ദ്ര ഗ്രാന്റ് 31,608 കോടിയാണ്. 23-24 കേന്ദ്ര ഗ്രാന്റ് 12,608 കോടിയാണ് എന്ന് പറഞ്ഞാൽ 3-1. ഇത് അന്യായമാണെന്ന് പറയാൻ വേണ്ടി കഴിയണ്ടേ? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒക്കെ ഞാനിത് പലതവണ ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഇടപെടേണ്ട എന്ന് വെച്ചതാണ്. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒക്കെ ഉണ്ടല്ലോ കേരളത്തിന്റെ, ഈ റവന്യൂ കമ്മി പരിഗണിച്ചുള്ള റവന്യൂ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒക്കെ 16 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. 16 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. അതൊക്കെ മറച്ചു വെച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. 2020-21 മാറ്റിവെച്ചാൽ തന്നെ 39,000 കോടി. കേരളത്തിന് മാനദണ്ഡം ഇല്ലാതെ പിണറായി വിജയൻ ഭരിക്കുന്നതാണെന്നുള്ളതുകൊണ്ട് വാരി കൊടുത്താണല്ലോ. അങ്ങനെയല്ലേ? അത് അല്ല, അതുകൊണ്ട് വെട്ടിക്കുറച്ചിട്ടില്ല.
അത് നിങ്ങൾ എം പ്രകാശൻ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ധനകാര്യ കമ്മീഷൻ വേറെ സ്റ്റേറ്റുകാരൊന്നുമല്ലല്ലോ. കേരളത്തിന് കിട്ടിയ തെറ്റ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണല്ലോ. കേന്ദ്ര വിഹിതം നേരത്തെയുള്ള 2.5 നിന്ന് 1.92 കുറച്ചിരിക്കുന്നു. മാനദണ്ഡങ്ങളില്ലേ ശ്രീ എം പ്രകാശൻ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കിട്ടി വന്നത് 31,608 കോടിയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പോലെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ധനകാര്യ കമ്മീഷനും ഓരോ രീതിയിൽ നിശ്ചയിക്കും. കേന്ദ്ര വിഹിതമാണ്. ഓരോ ധനകാര്യ കമ്മീഷനും ഓരോ രീതിയിൽ നിശ്ചയിക്കുമ്പോൾ അതിന് അവരുടെ മാനദണ്ഡങ്ങളുണ്ട്, അതിൽ തെളിവെടുപ്പുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണല്ലോ ഇങ്ങനെ നിശ്ചയിക്കുന്നത്. 77 കുറച്ച് നിങ്ങൾക്ക് എന്താ അതാ പറഞ്ഞ് നിശ്ചയിക്കുന്നതിനെ മാനദണ്ഡം മാറ്റിയിരിക്കുന്നു. 88% ഈ ഡിവിസിബിൾ പൂൾ ഉണ്ടായത് 78 ആക്കിയിരിക്കുന്നു. ശരിയോ തെറ്റോ? ന്യൂസ് 18 പറയൂ. അല്ല 85 കണക്ക് എനിക്ക് മനസ്സിലായില്ല. 75 കണക്കൊന്നും അങ്ങനെ കണക്കേ ഇല്ല. ഏതാണ്ട് 35% കണക്ക്. ഡോക്ടർ മേരി ജോർജ്, ഞാൻ ആ മുഴുവൻ റെഫർ ചെയ്തില്ല. മുൻപത് അറിയാവുന്നതായിരുന്നു. അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ റെഫറൻസിലേക്ക് പോയില്ല. എം പ്രകാശ് മാസ്റ്റർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ കേന്ദ്രത്തിന് കിട്ടുന്ന നികുതിയുടെ എത്ര ശതമാനം ഓരോ സംസ്ഥാനങ്ങൾക്കായിട്ട് വീതം വെക്കുമെന്ന് അതെ 42 മാത്രമല്ലെന്ന്. കേരളത്തിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്ന മൊത്തം ചെലവിന്റെ 62.4% നിങ്ങൾ അത്ര തരുവാണെങ്കിൽ വലിയ തുകയായി മാറും. അത്ര തരുവാണെങ്കിൽ വലിയ തുകയായി മാറും. അത്ര ഇല്ല. എന്തിനു വേണ്ടിയാ വാദിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് തിരിച്ചറിയില്ല. അല്ല, അത്ര തുക തരുന്നില്ല. അത് ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നില്ല, കേരളത്തിൽ തരുന്നില്ല. താങ്കൾ പറയുന്ന കണക്കനുസരിച്ച് കേരളത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. ചോദ്യം സ്പെസിഫിക് ആണ്. ഞാൻ നിങ്ങൾ എന്തിനാണ് എന്റെ വായിൽ കയറി സംസാരിക്കുന്നത്? നിങ്ങൾ ആങ്കർ അല്ലേ? ആങ്കർ അല്ലേ നിങ്ങൾ? എന്നോട് ചോദ്യം ചോദിച്ച് എന്നോട് ഉത്തരം പറയിപ്പിക്കാൻ നിങ്ങൾ CPM-ന്റെ എതിരാളിയൊന്നുമല്ലല്ലോ. നിങ്ങൾ ആങ്കർ അല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. മേരി ജോർജ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. 88 നിന്ന് 78 ആക്കിയത് ശരിയാണോ? സംസ്ഥാനങ്ങളുടെ നികുതി പരിധി അധികാരം GST വഴി തട്ടിക്കൊണ്ടുപോയത് ശരിയാണോ? കേന്ദ്രത്തിന്റെ മൊത്തം മൊത്തം വരവിന്റെ 62% ശരിയാണോ? ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ബജറ്റേതര കടം അത് കടത്തിന്റെ പരിധിയിൽപ്പെടുത്തിയത് ശരിയാണോ? ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമല്ലേ? ശരി 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 ഡോക്ടർ മേരി ജോർജ്, എനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നത് സംസാരിക്കുന്ന മേരി ജോർജ് പറയട്ടെ. ശരി, ഞാൻ ഷാബുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ മേരി ജോർജ്, എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഈ ഡിവിസിബിൾ പൂളിന്റെ കാര്യം മറുപടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി ശരി ഞാൻ നിന്നോളാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിഴുങ്ങിക്കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. അത് മറ്റൊരു കാര്യം. കാരണം തെറ്റാണ് പറയുന്നതെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അത് എം പ്രകാശൻ മാസ്റ്റർ അഭിപ്രായമല്ല, ഞാൻ കണക്കാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചാൽ ശരി. എന്റെ അഭിമുഖമല്ല, അല്ല ഞാൻ കണക്കാണ് പറഞ്ഞത്. വേറെ പരിപാടി നടത്തിയാൽ മതി. ശരി, ഡോക്ടർ മേരി ജോർജ് വിഷയം സംബന്ധിച്ച് 3 നിലപാടുകൾ അറിയാനാണെങ്കിൽ പറഞ്ഞോളൂ. ഡോക്ടർ മേരി ജോർജ് പറഞ്ഞോളൂ. കേന്ദ്ര നികുതി വരുമാനത്തിന്റെ എത്ര ശതമാനം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നു എന്നതിനെ കുറിച്ചാണ് തുടങ്ങിയത്. മിസ്റ്റർ പ്രകാശൻ, അതായത് 14ാം ധനകാര്യ കമ്മീഷൻ വരെയും സെൻട്രൽ പൂളിലേക്ക് വരുന്നത് 32% മാത്രമായിരുന്നു. 15ാം ധനകാര്യ കമ്മീഷനാണ് സെൻട്രൽ പൂളിലെ 42% വർദ്ധിപ്പിച്ചത്. ആ 42% നിന്നാണ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സംസ്ഥാനങ്ങളുടെ വിഹിതം കൊടുക്കേണ്ടത്. മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? 1 പോപ്പുലേഷൻ, 2 ഡെമോഗ്രാഫിക് പ്രൊഫൈൽ, 3 ഇൻകം ഡിസ്റ്റൻസ്, 4 അതർ ബേസിക് നെസസിറ്റീസ്. ഇങ്ങനെ പോകുന്നു 5-6 മാനദണ്ഡങ്ങൾ ഉള്ളത്. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഡിവിസിബിൾ പൂളിൽ നിന്ന് ഡിവിഷൻ നടത്തുന്നത്. നേരെ മറിച്ച് ശ്രീ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതിൻ്റെ അകത്ത് പ്രകാശൻ മാസ്റ്ററിന് ഒരു പക്ഷേ ഒരു അബദ്ധം പറ്റിയതായിരിക്കാം അറിയാതെ. അതായത് ടോട്ടൽ ചെലവും ടോട്ടൽ റവന്യൂവും തമ്മിലുള്ള ഡിവിഷൻ, ഗവൺമെന്റും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഡിവിഷനിൽ അന്തരമുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ആകെ ചെലവിന്റെ 61% സംസ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ ആകെ വരുമാനത്തിന്റെ 39% സംസ്ഥാനങ്ങൾക്ക് കിട്ടാറുള്ളൂ. ഇന്ത്യയുടെ കാര്യത്തില് 61% ചെലവുകൾ സംസ്ഥാനങ്ങൾക്കാണ്,
പക്ഷേ 39% വരുമാനമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ. ആ അർത്ഥത്തിലാണ് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത് എങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് സെൻട്രൽ പൂളിന്റെ കാര്യമാണെങ്കിൽ തെറ്റാണ് പറഞ്ഞത്. അപ്പൊ ഈ 61% ചെലവുകൾ സംസ്ഥാനങ്ങൾക്കും 39% വരുമാനം സംസ്ഥാനങ്ങൾക്കും എന്ന് പറയുമ്പോൾ അവിടെ അന്തരമുണ്ട്. അപ്പോഴും പ്രകാശൻ മാസ്റ്റർ ഒരു കാര്യം ഓർക്കണം, സംസ്ഥാനങ്ങൾക്ക് ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു വകുപ്പില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഡിഫൻസ് വകുപ്പ്. അതുപോലെ സംസ്ഥാനങ്ങൾക്കില്ലാത്ത മറ്റൊരു വകുപ്പുണ്ട്, ഫോറിൻ അഫയേഴ്സ്. അതും സംസ്ഥാനങ്ങൾക്കില്ല, കേന്ദ്രത്തിനേ ഉള്ളൂ. അപ്പൊ നാച്ചുറലി കേന്ദ്രം കുറച്ച് കൂടുതൽ റവന്യൂ എടുക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയുടെ തന്നെ ഡിഫൻസ് എടുക്കുക. ഇന്ത്യയുടെ ഡിഫൻസിന് വലിയ ബജറ്റ് അലൊക്കേഷനാണ് നടത്താറുള്ളത്. കാരണം ഇന്ത്യ ചൈന തമ്മിലുള്ള ബോർഡർ, അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ, നമ്മുടെ നെയ്ബേഴ്സ് ആരും സൗഹൃദമല്ല. അപ്പൊ നമുക്ക് വലിയ ചെലവാണ് ഡിഫൻസിന് വേണ്ടി വരുന്നത്. പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഈ പ്രകാശൻ മാസ്റ്ററിന് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് പാർത്ഥസാരഥി ഷോം എഴുതിയ ബുക്കാണ് ഡെവലപ്മെന്റ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ പുസ്തകത്തില് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഈ ഡിവിഷനെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സാറ് ഈ പുസ്തകം എടുത്ത് വായിച്ച പിന്നെ സംശയമേ ഉണ്ടാകില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഡിവിസിബിൾ പൂളാണ് സാർ ഉദ്ദേശിച്ചത് എങ്കിൽ അത് 42%. അത് നോംസ് അനുസരിച്ചാണ് ഡിവിഷൻ നടത്തുന്നത്. 15th ഫിനാൻസ് കമ്മീഷൻ 1971 പോപ്പുലേഷൻ എന്ന ആ ബേസ് മാറ്റിയിട്ട് 2011 പോപ്പുലേഷൻ ബേസ് ആക്കി. അപ്പോ പോപ്പുലേഷൻ പോളിസി അനുസരിച്ച് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്ന കേരളം പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരു അടി പറ്റി. ആ അടി പറ്റിയ കാര്യം നമ്മൾ പ്രത്യേക ധനകാര്യ മന്ത്രിമാരുടെ കോൺക്ലേവ്, തെക്കേ ഇന്ത്യൻ കോൺക്ലേവ് കേരളത്തിലും പോണ്ടിച്ചേരിയിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും ഒക്കെ വെച്ച് നടത്തി ഒരു മെമ്മോറാണ്ടം കൊടുത്തു പ്രസിഡന്റിന്. അങ്ങനെ പ്രസിഡന്റിന് മെമ്മോറാണ്ടം കൊടുത്തതിൽ പറഞ്ഞിരുന്നു, പോപ്പുലേഷൻ ബേസ് 1971 നിന്ന് 2011 മാറ്റിയത് വലിയ അടിയായി തീർന്നു. കാരണം ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോപ്പുലേഷൻ പോളിസി അനുസരിച്ച് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബേസ് മാറ്റം കൊണ്ടുവന്നാൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും എന്ന് പറഞ്ഞ് പ്രസിഡന്റിന് മെമ്മോറാണ്ടം കൊടുത്തു. അങ്ങനെ പ്രസിഡന്റ് എന്ത് ചെയ്തു? ആ പ്രസിഡന്റ് ഇടപെട്ട് 15th ഫിനാൻസ് കമ്മീഷനെ കൊണ്ട് ഒരു പുതിയ മാനദണ്ഡം ഉണ്ടാക്കിച്ചു. എന്താണത്? ഡെമോഗ്രാഫിക് പ്രൊഫൈൽ. അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്നൊരു മാനദണ്ഡം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതൊരു മാനദണ്ഡം വന്നു, ഡെമോഗ്രാഫിക് പ്രൊഫൈൽ. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവരിക എന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി ഫോളോ ചെയ്തത്. അങ്ങനെ ചെയ്ത് പോപ്പുലേഷൻ കുറച്ച സംസ്ഥാനങ്ങൾക്ക് 12% വെയിറ്റേജ് കൊടുക്കാനുള്ള തീരുമാനം അങ്ങനെ ഉണ്ടായി. അപ്പൊ ആ തരത്തിൽ നമുക്ക് എന്നിട്ടും കുറച്ച് കിഴിവ് വന്നു. എങ്കിൽ പോലും വലിയ അടി കിട്ടാതെ പോയി. അത് സംസ്ഥാന ഗവൺമെന്റ് സമയത്ത്, അതായത് LDF ഗവൺമെന്റ് തന്നെയാണ് 2016-17 കാലഘട്ടത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോം ഉണ്ടായത്. ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എന്ന ഒരു നോം ഉണ്ടായതും ഈ 12% വെയിറ്റേജ് കൂടി നമുക്ക് കിട്ടാൻ ഇടവരികയും ചെയ്തു. അല്ലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും കുറഞ്ഞു പോയേനെ എമൗണ്ട്. നമുക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അതിനടിപ്പെട്ടു പോയേനെ. പക്ഷെ അത് അത്ര സീരിയസ് ആയിട്ട് നമ്മളെ എഫക്ട് ചെയ്യാത്ത ഈ കാരണം കൊണ്ടാണ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ വരുമ്പോഴും ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ആത്മവിശ്വാസത്തോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പെൻഷൻ കുടിശ്ശിക, അതായത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കും, ക്ഷേമ പെൻഷൻ കൂട്ടും. അതെവിടെ നിന്നാണ്? സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ നിന്ന് തന്നെ. കാരണം കേന്ദ്രം കൊടുക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഡോക്ടർ മേരി ജോർജ് പറഞ്ഞത് ശരിയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി അവിടെ എത്തണം, എങ്കിലേ കേന്ദ്ര പണം റിലീസ് ചെയ്യുകയുള്ളൂ. പിന്നെ ഒരു കാര്യം, കേന്ദ്രം നൽകുന്നത് 200 മുതൽ 500 രൂപ വരെ പരമാവധിയാണ്. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്, സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് ഇത്രയും തുക കൂട്ടി നൽകുന്നതാണ്. അത് നല്ല കാര്യമാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ അത്രയും കൂട്ടി നൽകുന്നത് അത്രയും ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യമാണ്. അത് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയുള്ളതാണ്. പക്ഷെ ഇവിടെ കേന്ദ്രം ഞെരുക്കിയത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംസ്ഥാനം ഉറച്ചു നിൽക്കുകയാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുമുണ്ട്.
മഞ്ജുഷേ, അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ മാഡം മേരി ജോർജ് അതിന് ഉത്തരം നൽകി കഴിഞ്ഞു. അതായത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടുകളും കൊടുക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണത്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു സാമ്പത്തിക വൈദഗ്ധ്യവും ആവശ്യമില്ല. കണക്ക് കൊടുക്കുക, കാശ് മേടിക്കുക, അങ്ങനെയുള്ള നമ്മുടെ സാധാരണ ഒരു കോമൺ സെൻസിന് വഴങ്ങുന്ന കാര്യമേ ഇതുള്ളൂ. അത് ഇവർ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. ഇനി മറ്റൊന്ന്, ഈ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക തീർക്കാനും അത് കൃത്യമായിട്ട് കൊടുക്കാനും വേണ്ടിയാണല്ലോ ഇവർ പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഇവിടെ ഇട്ടത്. ആ പണം എവിടെ പോയി? കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാൽ പറഞ്ഞതാണ്, ഇത് ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സെസ് എന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ സെസ് കൃത്യമായിട്ട് പിരിച്ചെടുക്കുന്നുണ്ട്, ഒരു 2 രൂപ വെച്ച് പിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പണം എവിടേക്കാണ് പോയത്? അപ്പോൾ അത് ഇത് കുടിശ്ശിക തീർക്കുക എന്നുള്ളതായിരുന്നില്ല ഇവരുടെ ഉദ്ദേശം. അത് എങ്ങനെങ്കിലുമൊക്കെ കുറച്ച് കാര്യം വളരെ എളുപ്പമുള്ളൊരു പണിയാണ്, ഏറ്റവും ഈസിയാണ്. ഈ പറഞ്ഞ പോലെ പെട്രോളിന് ഡീസലിനും വില കൂട്ടുക, അവിടെ ഇവിടെയൊക്കെ നികുതി കൂട്ടുക എന്നുള്ളത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ആ ഒരു ഷോർട്ട് കട്ടാണത്. ആ ഷോർട്ട് കട്ടാണ് ഇവർ തിരഞ്ഞെടുത്തത്. എന്നാൽ കൂടുതൽ ഇൻഡസ്ട്രികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, ആ വർദ്ധിക്കുന്ന വരുമാനം ജനങ്ങൾ മാർക്കറ്റിൽ ചിലവഴിച്ചുകൊണ്ട് അങ്ങനെ നികുതി വരും, അതൊക്കെ എന്നൊക്കെ പറയുന്നു. അതാണ് ശരിയായ ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ കാഴ്ചപ്പാട് വേണം, അതിൻ്റെ പുറകിൽ കൃത്യമായ പ്ലാനിങ് വേണം, കഠിനാധ്വാനം വേണം, ദീർഘകാല ലക്ഷ്യങ്ങൾ വേണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെയിൽ ഇങ്ങനെ എന്താണ്, കുറച്ച് പണിയുള്ള കാര്യമാണത്. ഇതുപോലെ വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല അത് അവർക്ക് പറ്റിയ പണി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ്: ഇമ്മീഡിയറ്റ്ലി സെസ് കൂട്ടുക, നികുതി കൂട്ടുക, അങ്ങനെ വരുമാനം കൂട്ടുക. അതല്ലാതെ പിന്നെ ഈ മദ്യത്തിൻ്റെ പുറത്തുള്ള നികുതികൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക, കൂടുതൽ ബാറുകൾ അനുവദിക്കുക, അങ്ങനെ ആ രീതിയിൽ കൂട്ടുക. അതാണ്, അങ്ങനെയുള്ള ഷോർട്ട് കട്ട് മാത്രമാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ വേറൊന്ന്, ഈ പ്രഖ്യാപനങ്ങൾ നടത്താൻ എന്താണെന്ന് ഇത്ര ബുദ്ധിമുട്ട്? ഈ മുഖ്യമന്ത്രി നടത്തിയ എത്ര പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടതാണ്. കെ-ഫോണും കേരളയിലും ഒക്കെ പോട്ടെ, ഗൾഫിൽ നിന്ന് തൊഴിലില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വരുന്നവർക്ക് 6 മാസം അവരുടെ ശമ്പളം കൊടുക്കും, ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നമ്മളെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതേപോലെയുള്ള പ്രഖ്യാപനം കൊടുക്കാതിരിക്കുക എന്നുള്ള ഉദ്ദേശമാണ് എന്നുണ്ടെങ്കിൽ എന്ത് പ്രഖ്യാപനം വേണേ നടത്തി. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഈ 5 മാസത്തെ കുടിശ്ശിക എന്നതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിഞ്ഞ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയല്ല, അതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂട്ടിയിട്ടുണ്ട്. അതൊരു പ്രഖ്യാപനമായിരുന്നു. ഓരോ വർഷവും കൂട്ടിക്കൊണ്ട് ഇത്ര തുകയാക്കും, 3000 രൂപയിൽ എത്തിക്കുമെന്നുള്ളത് ഒരു പ്രഖ്യാപനമായിരുന്നു. അത് കൃത്യമായിട്ട് വരുന്നുമുണ്ട്. ഇപ്പോൾ 1600 രൂപ ആയിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഇനിയും വർദ്ധിക്കാൻ പോകുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ എത്ര കൂട്ടുമെന്ന് പറഞ്ഞത് കൂട്ടിയിട്ടുണ്ട്. ഓരോ കൃത്യമായി ഓരോ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ, ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയം വരുമ്പോൾ, ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൃത്യമായ, അതായത് അക്കാര്യത്തിൽ ഇവർ വിദഗ്ധരാണ്, 2025-26 പൂർണ്ണമായിട്ട് കൊടുക്കും എന്ന് പറയുന്നു. ആ 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, കേരള നിയമസഭയുടെ അടുത്ത തെരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആ ഒരു പോക്കാണിത്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ക്ഷേമ പെൻഷനുകൾ കൂട്ടി ഇവിടെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, അതുപോലെ ശമ്പളം, ഇതൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്ര കൂടി? ഒന്ന് ആലോചിക്കുക. 1500 രൂപ, 1600 രൂപ മാസം. ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ പുറത്താണ് ഇവർ ഈ നക്കാപ്പിച്ച കണക്ക് പറയുന്നത്. ഇനി കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയുണ്ട്, ഞാനതിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം PSC മെമ്പർമാരുള്ളത് കേരളത്തിലാണ്. ഈ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് 24 കോടി ജനങ്ങളുള്ള UP-യിലേക്കാൾ കൂടുതൽ PSC മെമ്പർമാരും അവരുടെ ഏറ്റവും കൂടിയ ശമ്പളവും ഇവിടെയാണ്. 2 ലക്ഷം രൂപ, 6 വർഷം കാലാവധി.
6 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ മാസം ഏതാണ്ട് ജീവിതകാലം മുഴുവനും 80,000 രൂപയോളം പെൻഷൻ, പരിധിയില്ലാത്ത മെഡിക്കൽ ചെലവുകൾ. ആലോചിച്ച് നോക്കുക. ഇത് ഇമ്മീഡിയറ്റ്ലി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഓരോ കാര്യങ്ങളും നോക്കിക്കോളൂ നിങ്ങൾ. ആ സമയത്താണ് 2025-26 ഞങ്ങൾ പെൻഷൻ്റെ കുടിശ്ശിക തീർക്കുന്നതിനെപ്പറ്റി ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു അനീതിയുണ്ടോ മഞ്ജുഷേ? ശരി, ശ്രീ എം പ്രകാശ്, മറുപടി 25-26 എന്ന് പറയുമ്പോൾ സംശയത്തോടെ കാണുന്നത് ആ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കണ്ണിൽ പൊടിയിടുവാനുള്ള ആ തന്ത്രം അതിപ്പോൾ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ പ്രഖ്യാപിക്കുന്നു എന്ന ആരോപണത്തിലുള്ള മറുപടി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് 32 ലക്ഷം 33 എല്ലാ പെൻഷൻ കൂടി 33 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. 18 മാസക്കാലം അത് കൊടുത്തില്ല. LDFന്റെ ഗവൺമെന്റ് വന്ന് 6 കൊല്ലക്കാലം ഒരു പ്രയാസവും ഇല്ലാതെ 600 1600 ആക്കി, 32 ലക്ഷം 62 ലക്ഷം ആക്കി. അത് കൃത്യമായി കൊടുത്തല്ലോ. ഞാൻ ഒരു കണക്ക് പറയാം. 2011-16 ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലം. ആ കാലത്ത് കൊടുത്ത ആകെ സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നത് 8,833.6 കോടിയാണ്. കണക്കുകൾ ലഭ്യമാണല്ലോ. ഇപ്പോ 5 കൊല്ലക്കാലം 16 മുതൽ 21 വരെയാണല്ലോ LDFന് ഒന്നാമത്തെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കൊടുത്തത് 30,567.9 കോടിയാണ്. എന്ന് പറഞ്ഞാൽ 5 കൊല്ലക്കാലം കൊണ്ട് 21,000 നേരത്തെയുള്ള ഗവൺമെന്റ് കൊടുത്തതിന്റെ 3 ഇരട്ടി 21,743.4 കോടിയാണ് LDFന്റെ ഗവൺമെന്റ് കൊടുത്തത്. എന്നിട്ട് പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ LDF മോശം. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും BJP-ക്കാരെ ഭരിക്കുന്നതാണല്ലോ ഭൂരിപക്ഷ സ്റ്റേറ്റ്, കുറച്ച് സ്റ്റേറ്റ് കോൺഗ്രസ് ഭരിക്കുന്നു. ഒരു സ്റ്റേറ്റിലും ഈ കേരളത്തിൽ കൊടുക്കുന്ന പോലെ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. ഇനി ഇപ്പോൾ ഇവിടെ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്താ ഇപ്പോ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ടിനെ സംബന്ധിച്ച് മേരി പറഞ്ഞല്ലോ. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ച് ധനക്കമ്മിക്ക് പരിധിയുണ്ട്, റവന്യൂ കമ്മിക്ക് പരിധിയുണ്ട്, അതുപോലെ കടം ആഭ്യന്തര വരുമാനം റേഷ്യോ അതിന് പരിധിയുണ്ട്. എന്താ കേന്ദ്രത്തിന്റെ നില? അവർ പറയില്ല. കേന്ദ്രത്തിന്റെ പൊതുകടം GDP-യുടെ 66.7 നിഷേധിക്കാൻ വേണ്ടി കഴിയും. കേന്ദ്ര ഗവൺമെന്റിലെ നമ്മുടെ ബജറ്റിലെ കണക്കിലുണ്ടല്ലോ. കേരളത്തിൻ്റെത് കേവലം 37%. സംസ്ഥാനങ്ങളുടെ ആവറേജ് കടം എത്രയാ? ഇപ്പൊ വലിയ കടത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആവറേജ് കടം സംബന്ധിച്ച് നിതി ആയോഗ് കണക്കാക്കിയിരിക്കുന്നത് GDP-യുടെ 55.8. കേരളത്തിൽ അത് 18.8 മാത്രമാണ്. ആഭ്യന്തര വളർച്ചയുടെ ഇപ്പോ വരുമാനം സംബന്ധിച്ച് പറഞ്ഞു. 2020-21 കേരളത്തിന് നികുതി വരുമാനം 47,662 കോടി, 21-22 58,341 കോടി, 22-23 71,968 കോടി. RBIയുടെ 23-24 കണക്ക് വന്നു. ഒന്ന് പരിശോധിച്ച് നോക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും വലിയ റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് കേരളം. BJP ഭരിക്കുന്ന സ്റ്റേറ്റ് അല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് അല്ല. ഇനി കടത്തിന്റെയും ആഭ്യന്തര വരുമാനത്തിന്റെയും രംഗത്ത് എന്താ അതിന്റെ റേഷ്യോ നോക്കുമ്പോൾ കേരളത്തിന്റെ നില എന്താ? 2020-21 കടം ആഭ്യന്തര വരുമാനത്തിന്റെ റേഷ്യോ 38.47. ഈ കഴിഞ്ഞ കൊല്ലത്തെ റേഷ്യോ എല്ലാം നിയമസഭയിലെ കണക്ക് വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ 23-24 റേഷ്യോ എത്രയാ? 33.4 എന്ന് പറഞ്ഞാൽ 4% അതിന്റെ റേഷ്യോയിൽ കുറവ് വരുത്തി കേരളം കടം വർദ്ധിപ്പിക്കുകയാണോ? നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയണം. കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന തികഞ്ഞ അന്യായം ഒരു കാര്യം ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ. എന്താ കണക്ക് കൊടുക്കുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, CAG ആണല്ലോ ഇന്ത്യയിലുള്ള ഈ പബ്ലിക് എക്സ്ചക്കറിന്റെ ആകെ വരുമാനവും ചെലവും പരിശോധിക്കുന്നത് CAG ആണ്. CAGയുടെ 2024 മാർച്ച് 31 വരെയുള്ള കണക്ക് വന്നല്ലോ. അതിലെവിടെയെങ്കിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിന്റെ കണക്ക് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ടല്ലോ. CAG റിപ്പോർട്ട് നമ്മുടെ നിയമസഭയിലും കൂടി വെച്ചല്ലോ. അതിലെവിടെയെങ്കിലും പറയുന്നു ഈ പറയുന്ന കാര്യം കൊടുക്കാതിരിക്കാൻ കളവ് പറയണം. ഇന്നലെ നിയമസഭയിലെ നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു ഓരോ മേഖലയിലും കിട്ടാനുള്ള കണക്ക് സംബന്ധിച്ച് ഏതാണ്ട് 5,000 കോടി വരും. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അനുസരിച്ചുള്ള കണക്കാണ്, കൊടുക്കുന്നില്ല ഒന്നും. എന്നിട്ട് കേരളത്തോട് യാതൊരു ശത്രുതയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ 2023 മാർച്ച് 31 നമ്മുടെ എല്ലാ കാലത്തും മണമുണ്ടല്ലോ. 57,800 കോടി രൂപ എന്നുള്ള കണക്കുണ്ടായിരുന്നല്ലോ. ആ കണക്ക് ഇപ്പോൾ പറയുന്നില്ല കേട്ടോ. ആ കണക്ക് ഇപ്പോൾ പറയുന്നില്ല. 57,800 കോടിയുടെ കണക്ക് പറയുന്നില്ല ഇപ്പോൾ. കേന്ദ്രം തരാനുണ്ടെന്ന് അതെല്ലാം പറഞ്ഞല്ലോ. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടോ നിങ്ങള്? ഞാൻ കേട്ടു. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കണക്ക് കൃത്യമായിട്ട്. 19,000 കോടി എവിടെയാണ് കുറച്ചത്? 18,000 കോടി എവിടെയാണ് കുറച്ചത്? 57,400 കോടി എങ്ങനെയാണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അതെല്ലാം കിട്ടി ശ്രീ എം പ്രകാശന്. ഈ കണക്കൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒക്കെ മുഴുവനായിട്ട് കേരളത്തിന് കിട്ടിക്കഴിഞ്ഞു. ഇനി ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടാനില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടി അത് തന്നെ ഈ വർഷവും കിട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. അതിന്റെ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ളതിന്റെ ഓരോ വർഷവും അനുവദിച്ചിട്ടുള്ളതിന്റെ മാനദണ്ഡം അതല്ലല്ലോ. മാത്രമാണോ കേന്ദ്രം തരേണ്ട പൈസ? പിന്നെ പറഞ്ഞ ഒരു കാര്യം GST നഷ്ടപരിഹാരമാണ്. GST നഷ്ടപരിഹാരവും ഇപ്പോഴില്ല. ഞാൻ രണ്ട് കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വ്യക്തമായിട്ട് ചോദ്യം ചോദിച്ചല്ലോ. ഒന്ന്, നേരത്തെയുള്ള സെസ് എത്രയാ? സെസ് എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്ര ഗവൺമെന്റ് മാത്രം സംസ്ഥാനങ്ങളുമായിട്ട് വീതിക്കാത്ത പിന്നെ നികുതിയുടെ പേരാണ് സെസ്, സർചാർജ്. അതെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് സർചാർജും സെസ്സും എത്രയാ? മേരി ജോസഫ് പറയട്ടെ, 10%. ഇപ്പോഴോ സംസ്ഥാന ഗവൺമെന്റ് പിരിക്കുന്ന സെസ്സിൽ നിന്ന് എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തത്? സംസ്ഥാന ഹൈക്കോടതി ചോദിച്ച ചോദ്യം കൂടിയാണ്. സംസ്ഥാന ഗവൺമെന്റ് സെസ് പിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടി പറയാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സെസ് പിരിക്കുന്നു എന്ന് കരുതി അത് പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരില്ല. ഇതാണ് സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത കാര്യം. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയല്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി അല്ലല്ല 2 രൂപ പെട്രോൾ, 2 രൂപ ഇന്ധനത്തിന് സെസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും. താങ്കൾ കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്. ഞാൻ അതാ പറഞ്ഞത്. അല്ല, ഇത് അരി എത്ര ചോദിക്കുമ്പോ പയർ അഞ്ഞാടി നിങ്ങൾ പറയുന്നത്. അല്ല, താങ്കൾ കേന്ദ്രം സെസ് പിരിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ കേരളം സെസ് പിരിക്കുന്നതാണ് പറഞ്ഞത്. രണ്ടുപേരും സെസ് പിരിക്കുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് ജനങ്ങൾ കേൾക്കാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ ക്ഷണിച്ചിട്ടാണല്ലോ ഞാൻ വന്നത്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. സംസ്ഥാനങ്ങളുമായിട്ട് വീതിക്കേണ്ടതില്ലാത്ത സെസ്, അതുപോലെ സർചാർജ് 10% അതിൽ നിന്ന് 28.1 വർദ്ധിപ്പിച്ചിരിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെന്റ് 10 കൊല്ലക്കാലം കൊണ്ട്. അത് ന്യായമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെപ്പറ്റി പറയേണ്ടത് നിങ്ങൾ അത് അന്യായമാണെങ്കിൽ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ കാര്യമാണ്, കേരളത്തിന് മാത്രം ബാധകമായ കാര്യമല്ല. ഞാൻ പറഞ്ഞത് കേരളത്തിന് മാത്രം ബാധകമായ കാര്യം സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി എന്ന പേരിൽ എല്ലാം താങ്കൾ എന്നിൽ നിന്നും ഒക്കെ ഉണ്ടല്ലോ. ആ 2 രൂപ എടുത്തു വെച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിയുന്നില്ല. അത് ചോദിക്കുമ്പോൾ ഹൈക്കോടതിയിൽ പോയി പദ്ധതിയുടെ കീഴിൽ വരില്ല എന്ന് ഞാൻ വേറൊരു കാര്യം ചോദിച്ചല്ലോ. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിച്ചല്ലോ. ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്തിനും ബാധകമാക്കാത്ത നിലയിൽ ഈ കേരളത്തിലെ ബജറ്റേതര കടമായി പരിഗണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാട് ശരിയാണോ തെറ്റാണോ? ഒരു സംസ്ഥാനത്തിനും പ്രത്യേക ആനുകൂല്യം അക്കാര്യത്തിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് സംസ്ഥാനത്തിനാണ് അക്കാര്യത്തിൽ ഇളവ് കൊടുത്തിരിക്കുന്നത്? ഏത് സംസ്ഥാനത്തിനാണ് ഇളവ് കൊടുത്തിരിക്കുന്നത്? കിഫ്ബി പോലെയുള്ള കമ്പനികൾ, പെൻഷൻ കമ്പനികൾ, ഇവരെടുക്കുന്ന പണം അത് പൊതുകടത്തിൽ പെടാത്തത് ഏത് സംസ്ഥാനത്തിനാണ്? ഞാൻ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു വന്ന് ഞാൻ പറയുന്ന ആൾ കേൾക്കരുതെന്നാണെങ്കിൽ നിങ്ങൾ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ചോദ്യം ചോദിച്ചത്. ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റോടും കാണിക്കാത്ത രൂപത്തിൽ ബജറ്റേതര കടം നിങ്ങളുടെ കടത്തിൽ പെടുത്തും എന്ന് പറഞ്ഞ നിലപാട് ശരിയാണോ? അതുവഴി 19,000 കോടി കേരളത്തിന് നഷ്ടമായിരിക്കുന്നു. അത് അന്യായമാണോ? 2, കേരളത്തിലെ ട്രഷറിയിൽ മാർച്ച് 31-നുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് നിങ്ങളുടെ കടമായി പരിഗണിക്കുമെന്ന് കേന്ദ്രം പറയുന്നു. 19,000 കോടി വരുന്നത് അത് ശരിയാണ്? ഇന്ത്യയിൽ എവിടെയില്ല. ശരിയാണോ? അത് കേരളത്തിലെ 18,000 കോടിയുടെ കുറവുണ്ടാക്കിയിരിക്കുന്നു. അത് അന്യായമാണോ? അത് പറയണ്ടേ? നിങ്ങള് എന്തെങ്കിലും പിന്നെ കാര്യം നിങ്ങൾക്ക് അറിവുള്ള കുറെ കാര്യം ഉണ്ടാവും. ഞാൻ അതിനെപ്പറ്റി ഒന്നല്ല ചോദിച്ചത്. സ്പെസിഫിക് ആയിട്ട് കേരളത്തോട് ഡോക്ടർ മേരി ജോർജ് ഈ സെസ്സിന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയം. സംസ്ഥാനം ഈ 2 രൂപ സെസ് ഉണ്ടല്ലോ, അത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതല്ലേ? ഹൈക്കോടതിയിൽ ഒരു തവണ സത്യവാങ്മൂലം കൊടുത്ത സമയത്ത് സംസ്ഥാന സർക്കാർ പറഞ്ഞത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സെസ് പിരിക്കുന്നു എന്ന് കരുതി അത് പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരില്ല എന്ന്. എനിക്ക് അന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സംശയം ചോദിക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ സെസ് പിരിക്കുന്നുണ്ടല്ലോ, ആ പണം എന്തുകൊണ്ട് പെൻഷന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന്. ഇപ്പോൾ ഷാബു ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആ സംശയം ഒന്ന് മാറ്റിത്തരൂ. അല്ല, ആ സംശയം മാറ്റണമെങ്കിൽ ശ്രീ ബാലഗോപാൽ തന്നെ വരേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ബജറ്റിൻ്റെ അന്ന് തന്നെ ശ്രീ ബാലഗോപാൽ അസംബ്ലിയിൽ പറഞ്ഞത് ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് ഈ സെസ് വഴിയുള്ള പണമെന്നാണ് കൃത്യമായിട്ട് ഞാൻ ഓർക്കുകയാണ്.
എന്നിട്ട് അവർ ആ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്ന് മാത്രമല്ല, കോടതിയിൽ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പോയ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഗവൺമെന്റ് തന്നെ കൊടുത്ത ഉത്തരം എന്താണെന്ന് ഓർമ്മിക്കുന്നുണ്ടോ മഞ്ജുഷ്? ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആരുടെയും അവകാശമല്ല, അത് ഞങ്ങളുടെ കാരുണ്യമാണെന്ന് അവർ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ ആ അർത്ഥം വരത്തക്ക രീതിയിൽ പറഞ്ഞു, ഇത് ആരുടെയും അവകാശമല്ലെന്ന്. അവകാശമായി കാണാനാകില്ല. 2500 കോടി അല്ല, ഹൈക്കോടതിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അവകാശമായി കാണാനാകില്ല, സഹായം മാത്രമാണെന്നാണ് സർക്കാർ പറയുന്നത്. ക്ഷേമ പെൻഷൻ എത്രയാണ്, എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണ്. ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ ഇത് പെടുന്നതല്ല. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഈ ഗണത്തിൽ വരുന്നതാണ്, അതായത് നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ അല്ല. ഇതാണ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇതായിരുന്നു അന്നത്തെ കേസിൽ സർക്കാരിന്റെ സത്യവാങ്മൂലമായിട്ട് വന്നത്. അവിടെയാണ് ഈ സെസിന്റെ കാര്യവും പറഞ്ഞത്, അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി പിരിക്കുന്നു എന്ന് കരുതി പെൻഷൻ പദ്ധതിയുടെ കീഴിൽ വരില്ല എന്ന്. അവിടെയാണ് ഈ ഡബിൾ സ്റ്റാൻഡ്. അതെ, അതാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്താണ് ഓരോന്നിന്റെയും പുറകിലുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പൊ മിസ്റ്റർ രാജൻ മാസ്റ്റർ പറഞ്ഞല്ലോ, വലിയ വരുമാന വർധനവ് റവന്യൂ, അതായത് ടാക്സ് റവന്യൂവിലൊക്കെ ഉണ്ടായതായിട്ട് പറഞ്ഞല്ലോ. എന്നിട്ട് ആ വരുമാന വർധനവ് എവിടെ? എന്നിട്ട് എങ്ങനെയാണ് ഈ പറയുന്നത് പോലെയുള്ള കുടിശ്ശികയൊക്കെ, അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടത്തിയതിൻ്റെ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ 2 ഗഡു കുടിശ്ശിക ഇനി കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് പെൻഷൻകാരുടെ ക്ഷാമബത്ത, അത് മാത്രമല്ല അന്നത്തെ പെൻഷൻ വർധനവിൻ്റെ കുടിശ്ശിക, അതൊക്കെ ഇനിയും കൊടുക്കാനുണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അതൊക്കെ പോകട്ടെ മഞ്ജുഷേ, നമ്മുടെ മെഡിക്കൽ കോളേജുകളെ നോക്ക്, നമ്മുടെ മെഡിക്കൽ എന്താണ് പറയുക, സർവീസസ് കോർപ്പറേഷൻ്റെ അവസ്ഥയൊന്ന് നോക്ക്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികൾക്ക് മരുന്നും ഉപകരണങ്ങളും മെഡിക്കൽ കോളേജിന് വേണ്ടിയും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിന് വേണ്ടിയും വാങ്ങിയ വകയിൽ ബഹുകോടികൾ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ ഒരു മരുന്ന് കമ്പനിയും മരുന്ന് കൊടുക്കുന്നില്ല, എക്യുപ്മെന്റ്സ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയ നടക്കുന്നില്ല, മരുന്ന് കൊടുക്കുന്നില്ല, താലൂക്ക് ആശുപത്രികളിൽ വരുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടുന്നില്ല. ഇതുപോലെ സമസ്ത മേഖലയിലും ശൂന്യത, അതായത് പണ ദൗർലഭ്യം കൊണ്ടുണ്ടാകുന്ന ശൂന്യത. വേണ്ടടുത്തൊന്നും വേണ്ടത്ര റിസോഴ്സസ് ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ മിസ്റ്റർ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലെ വലിയ വരുമാന വർധനവ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഏത് മാളത്തിലേക്കാണ് പോകുന്നത്? വരുമാന വർധനവിന്റെ കാര്യം കൂടി പറയാം. ഡോക്ടർ മേരി ജോർജ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ബാലഗോപാൽ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നികുതിയേതര വരുമാനത്തിൽ 65% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അത് വലിയ കണക്കാണല്ലോ. നികുതി വരുമാനം 56,000 കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട്. താങ്കൾ ഇത് വിശ്വസനീയമായ കണക്കാണോ? അതിൽ നിന്ന് സതീശൻ നൽകിയ മറുപടി എന്ന് പറയുന്നത് നികുതി വരുമാനത്തിൽ അദ്ദേഹത്തിന് നിയമസഭയിൽ മറുപടി പറയാൻ അവസരം ഉണ്ടായില്ല. കാരണം ആ രീതിയിലാണല്ലോ, പ്രത്യേക പ്രസ്താവനയാണല്ലോ മുഖ്യമന്ത്രി നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയുവാനായിട്ട് അംഗങ്ങൾക്ക് അവസരമില്ല. പക്ഷെ അദ്ദേഹം അതിനുശേഷം പ്രസ്താവനയിൽ പറയുന്നത് നികുതി വരുമാനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വെറും 172 കോടിയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. ഇതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇത് ആരുടെ കണക്കാണ് ശരി? എവിടെ നിന്നാണ് ധനമന്ത്രി 56,000 കോടി രൂപയായി മാറിയത് കണക്ക് പറഞ്ഞത്? 65% കൂടി കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞത് ഏത് റവന്യൂ എസ്റ്റിമേറ്റ് ആണ് മന്ത്രിയുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ താങ്കൾ ശരിവെക്കുന്നുണ്ടോ? ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെയാണ് ശരിവയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ മഞ്ജുഷ്, ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കുക. അതിൽ IGSTയുടെ കോളം നോക്കുക. നമ്മുടെ ഓരോ ബജറ്റിൻ ഡോക്യുമെന്റിലും 5-6 വർഷത്തെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഈ GST കൊണ്ടുവന്ന വർഷം മുതലുള്ള IGSTയുടെ കണക്കെന്ന് പറഞ്ഞാൽ സംസ്ഥാനാന്തര കച്ചവടത്തിൽ നിന്ന് കിട്ടേണ്ടതായ നികുതി വിഹിതം, അതാണ് IGST എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് IGST വലിയ തോതിൽ കിട്ടേണ്ടതാണ്.
കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 80% ഉൽപ്പന്നങ്ങൾ, വെജിറ്റബിൾസ് ആകട്ടെ ധാന്യങ്ങളാകട്ടെ എല്ലാം നമ്മൾ ഇങ്ങോട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ IGST വലിയ ഷെയർ, GSTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ്. ആരാണോ എൻഡ് കൺസ്യൂമർ അവിടെയാണ് അത് പിരിക്കപ്പെടുന്നത്. അപ്പോൾ IGST ആയിട്ട് വലിയ തുക കേരളത്തിന് കിട്ടേണ്ടതാണ്. പക്ഷെ നമ്മുടെ ബജറ്റ് ഇൻ ബ്രീഫ് ഒന്ന് എടുത്തു നോക്കുക, അതിനകത്ത് IGSTയുടെ ഒരു റോ ഉണ്ട്. ആ ടേബിൾ കൃത്യമായിട്ട് ഏത് ടേബിൾ ഞാൻ ഓർക്കുന്നില്ല. അതായത് വരുമാനത്തിൻ്റെ റവന്യൂ റെസീറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ അതിനകത്ത് ഒരു എന്താ പറയുക IGST, അതായത് ഇന്റർ സ്റ്റേറ്റ് റവന്യൂ എന്നുള്ള ഇന്റർ സ്റ്റേറ്റ് GST റവന്യൂ എന്നുള്ളതിന് IGSTയുടെ ഒരു റോ ഉണ്ട്. ആ റോ ശൂന്യമാണ്, ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ IGST കളക്ട് ചെയ്യാനുള്ള മെത്തേഡ് ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റിന് അപ്രാപ്യമാണ്, കളക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ എന്തിനാണ് ബാലഗോപാൽ പറയുന്നത്? മെച്ചം എന്താണ്? അല്ല, അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് കൂടി താങ്കൾ പറയുക. 67% നികുതിയേതര വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ബാലഗോപാൽ പറയുന്നു. അതിൽ സതീഷിനെതിരെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു സ്വാഭാവികമായി ഉണ്ടാകേണ്ട വർധന 15%. അതിന്റെ സ്ഥാനത്ത് കണക്ക് കൂട്ടുമ്പോൾ 0.02% വർധന മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. അങ്ങനെയാണെങ്കിൽ ബാലഗോപാൽ എന്തിനീ കള്ളം പറയുന്നു? കള്ളമാണെങ്കിൽ കേട്ടോ, താങ്കൾ പറയുന്നു ബാലഗോപാൽ പറഞ്ഞത് അല്ല, താങ്കൾ വിശ്വസിക്കുന്നത് സതീശൻ. അത് ബാലഗോപാൽ കള്ളം പറഞ്ഞതായിരിക്കത്തില്ല. ബാലഗോപാലെ കള്ളം പറഞ്ഞതായിരിക്കത്തില്ല. മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് വളരെ എഫിഷ്യന്റ് ആണ്, വിഭവ സമാഹരണത്തിലൊക്കെ എഫിഷ്യന്റ് ആണ് എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുക? എവിടെ കിടക്കുന്നു? മുഖ്യമന്ത്രി ആദ്യ ദിവസം സ്വയറിംഗ് ഇൻ സെറിമണി കഴിഞ്ഞപ്പോൾ പറഞ്ഞ ആ പെർഫോമൻസ് എഫിഷ്യൻസി അത് എവിടെ കിടക്കുന്നു എന്ന് ആരും ചോദിക്കരുത്. അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു പുകമറ എന്ന് മാത്രമാണ് മഞ്ജുഷ. ആ ബജറ്റ് ഇൻ ബ്രീഫ് എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കറിയാം നികുതി വരുമാനം എത്രയായിരുന്നു. കേന്ദ്ര കുടിശ്ശിക ബാലഗോപാലിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് അതിവിടെ ശ്രീ എം പ്രകാശൻ സൂചിപ്പിക്കുകയും ചെയ്തു, 3251 കോടി. ധനകാര്യ കമ്മീഷൻ അനുവദിച്ചതിൽ തന്നെ 1273.79 കോടി ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ. നേരത്തെ ഈ ആരോഗ്യ രംഗത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ഡോക്ടർ മേരി ജോർജ്. ഹെൽത്ത് ഗ്രാൻഡ് ആയിട്ട് കിട്ടാൻ ബാക്കി 725 കോടി, അർബൻ ലോക്കൽ ബോഡി ഗ്രാൻഡ് ആയിട്ട് 513 കോടി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടായിട്ട് 43 കോടി, പിന്നെ UGC ശമ്പള പരിഷ്കരണ കുടിശ്ശിക 750 കോടി. അത് വലിയ വിവാദമായതാണല്ലോ. ഇവിടെ വന്ന് നിർമ്മല സീതാരാമൻ ശക്തമായ ഒരു മറുപടി നൽകുകയും ചെയ്തതാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതം എന്ന് പറയുന്നത് 1927. ഇതെല്ലാം കണക്കുകൂട്ടിയാണ് നേരത്തെ ശ്രീ എം പ്രകാശൻ 5000 കോടിയുടെ ഒരു കണക്ക് ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ കേന്ദ്രം നൽകാനുള്ള തുകയാണെന്ന് ഇപ്പോഴും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ധനമന്ത്രി. അല്ല, ഇപ്പൊ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞു. ഇനിയിപ്പോൾ 23-ാം തീയതി 22-ാം തീയതി ബജറ്റ് സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അല്ല, ഷാബു പറയട്ടെ. അപ്പം ബജറ്റ് സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഇതേപോലെ ഓരോ കണക്കും കൊണ്ട് ചെല്ലും. അത് പാർലമെൻറ്റിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാർലമെന്റ് കഴിഞ്ഞ തവണ അന്ന് ഇദ്ദേഹമായിരുന്നു NK പ്രേമചന്ദ്രൻ ചോദിച്ച ചോദ്യത്തിനാണ് അന്ന് നിർമ്മല സീതാരാമൻ ഇവിടുത്തെ കേരളത്തിൻ്റെ വാദങ്ങളെ എല്ലാം കൂടെ എടുത്തിട്ട് അലക്കി വെളുപ്പിച്ചത്. അതേപോലെ തന്നെ ഇനിയും എത്ര കൊടുക്കാനുണ്ട്, ഇനിയും കൊടുക്കാനുള്ളത് തന്നെ എത്ര രൂപ കിട്ടാനുണ്ട്, എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കണക്ക് എന്താണ് എന്നുള്ളത് പാർലമെൻറ്റിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ധനകാര്യമന്ത്രി ഉത്തരം പറയും. അതിന് നമുക്ക് 1-2 ആഴ്ച വെയിറ്റ് ചെയ്താൽ മതി. ചോദിച്ചാൽ ഇവിടെ നിന്ന് ശരിക്കും എത്രയാണ് ഈ പറഞ്ഞ ഇവർ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം പല തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് ഇവർ കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പണം കിട്ടും. അതിന് ഒരിക്കൽ ഈ ബാലഗോപാൽ പറഞ്ഞത് ഈ സാങ്കേതികമായ കാര്യങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അത് കുത്തില്ല, കോമയില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പണം പിടിച്ചു വെക്കുന്നതെന്ന്. എൻ്റെ പൊന്നു സാറേ, കണക്ക് കൃത്യമായിട്ട് എഴുതാൻ അറിയാവുന്നവനെ കൊണ്ട് എഴുതിക്കുക. അതിൻ്റെ അകത്ത് കുത്തു വേണ്ടിടത്ത് കുത്തും, കോമ വേണ്ടിടത്ത് കോമയും, പൂജ്യം വേണ്ടിടത്ത് പൂജ്യവും വേണം. അത് നിർബന്ധമാണത്. അത് കൃത്യമായിട്ട് കൊടുക്കാതെ
അത് കൃത്യമായിട്ട് കൊടുക്കാതെ ഈ തക്കിട തരികിട പറഞ്ഞുകൊണ്ട് 5000 കോടി 10000 കോടി 50000 കോടി 57000 കോടി എന്ന് പറഞ്ഞ് ഈ ആളെ പറ്റിക്കുന്ന ഏർപ്പാട് എത്ര കാലം ഇവർക്കും ഇന്ന് നല്ല കൃത്യമായിട്ട് അറിയാം. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ജനങ്ങളെ പറ്റിക്കാൻ പറ്റും. അങ്ങനെ പറ്റിച്ചാണ് അവർ ഈ രണ്ടാമത്തെ പ്രാവശ്യവും അധികാരത്തിൽ വന്നത്. അത് കൃത്യമായിട്ട് മേരി ജോർജ് മാഡം പറയുകയും ചെയ്തു. ഇത് ഈ മുമ്പിലുള്ള ശരിയാണ്, ഇപ്പോൾ ഇവരിങ്ങനെ കണക്ക് വെച്ചിട്ടുണ്ടായി. ഇനി ഈ കണക്കിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയണം. ഈ 37,000 കോടിയുടെ 50,000 കോടിയുടെയും കണക്ക് കൊണ്ടാണല്ലോ സുപ്രീം കോടതി പോയത്. അവസാനം പറഞ്ഞേ ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് കടമെടുക്കാൻ സമ്മതിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കുക, കുറേ കരയുന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഇവർ സുപ്രീം കോടതി കേന്ദ്രത്തിനോട് പറയുകയും ചെയ്തു. അങ്ങനെ തൽക്കാലത്തേക്ക് കഴിഞ്ഞ മാർച്ചിൽ 3000 കോടി രൂപയും കൂടെ അഡീഷണൽ കടമെടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. സംസ്ഥാനങ്ങളെ ഈ രീതിയിൽ പരിഗണിക്കേണ്ടത് എന്നതിൽ ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് ഈ കേസ് വിടിയിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. താങ്കൾ അത് മറക്കരുത് ശ്രീ ഷാബു പ്രസാദ്. അവസാനമായി ശ്രീ എം പ്രകാശൻ, താങ്കളുടെ മറുപടിയിൽ അവസാനിക്കാം. ഈ 56,000 കോടി നികുതി വരുമാനമായി എന്നുള്ള ബാലഗോപാലിന്റെ ആ പ്രസ്താവന, അതിനെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ശരിയായിട്ടുണ്ടോ എന്ന്, കള്ളം പറയുകയാണെന്ന് പറഞ്ഞില്ല, പക്ഷേ അതിലെ ഈ കണക്ക് വ്യത്യാസം അവർ കാട്ടുന്നുണ്ടായിരുന്നു. അതായത് നികുതിയേതര വരുമാനത്തിൽ 65% വർധനവുണ്ടായിട്ടുണ്ട് എന്ന കണക്ക്. സതീശൻ എന്ന് പറയുന്നത് 0.02% വർധനവിനെയാണ് ഇത്ര വലിയ 65% കൂട്ടിക്കാണിച്ചിരിക്കുന്നത് എന്ന്. താങ്കളുടെ മറുപടിയിൽ അവസാനിപ്പിക്കാം ശ്രീ എം പ്രകാശൻ. ഈ ധനകാര്യ കാര്യങ്ങളിൽ വലിയ ജ്ഞാനമുള്ള മേരി ജോർജ് RBIയേക്കാൾ ഏറെ വിശ്വസിക്കുന്നത് VD സതീശനെയാണ് എന്ന് പറയുന്നത് അത്ഭുതം എന്നല്ലാതെ എന്താ പറയുക. ഇപ്പോൾ ഈ യോഗം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഗൂഗിളിൽ റവന്യൂ ഇൻകം പെർഫോമൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ RBI റിപ്പോർട്ട് കാണാം. RBI റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് 23-24 ഇന്ത്യയിൽ ഏറ്റവും ഏറെ റവന്യൂ വരുമാനം ഉണ്ടാക്കിയ സ്റ്റേറ്റ് കേരളം. നിങ്ങൾ പരിശോധിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഈ പറയുന്ന പത്രത്തിലൂടെ അനൗൺസ് ചെയ്താൽ മതി. പിന്നെ കേന്ദ്രത്തിലെ മറുപടി, ഇവിടെ നിർമ്മലാ സീതാരാമൻ വന്ന് കേരളത്തിന്റെ കടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞ കാര്യം എല്ലാ പത്രത്തിലും വന്നല്ലോ. 1 രൂപയുടെ കടം പോലും ഇനി അനുവദിക്കാനില്ല, കടം പരിപൂർണ്ണമായിട്ട് അനുവദിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് 13,650 കോടി കടമെടുക്കാൻ അനുവദിക്കണം. അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ വാദിച്ചെന്താ, 1 പൈസ കൊടുക്കാനില്ല, കടത്തിന്റെ മുഴുവൻ പൈസയും എടുക്കാൻ അനുവദിച്ചിരിക്കുന്നതാണ്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു 13,650 കോടി റുപ്യ കൊടുക്കാൻ ഉടനെ അനുവദിക്കണം. കൊടുത്തല്ലോ. അപ്പോൾ എന്താ നിർമ്മലാ സീതാരാമൻ പറയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പാർലമെന്റിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഇപ്പോൾ പിന്നെ സാമൂഹ്യ പെൻഷനെ സംബന്ധിച്ചും അതുപോലെ കൂലി ശമ്പളം സംബന്ധിച്ചും ഞാൻ ചോദിക്കുന്നത്, ഭരണഘടനാപരമായിട്ട് കൂലി റൈറ്റാണ്, ശമ്പളം റൈറ്റാണ്, പെൻഷൻ റൈറ്റാണ്. സോഷ്യൽ പെൻഷൻ റൈറ്റ് ആണോ? അത് റൈറ്റ് അല്ല എന്നല്ലാതെ കേരള ഗവൺമെന്റ് എന്താ പറയുക? അത് ഞങ്ങളെ അവമാനിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമായിട്ട് എങ്ങനെ വരുന്നത്? കൂലിയും ശമ്പളവും പെൻഷനും പോലെയാണോ സോഷ്യൽ പെൻഷൻ? സോഷ്യൽ പെൻഷൻ എന്ന് പറയുന്നത് റൈറ്റ് അല്ല. ആ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു സാമൂഹ്യക്ഷേമ പദ്ധതിയാണ്. അത് ഗവൺമെന്റ് കോടതിയിൽ പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ് എന്നുള്ളത് എങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ഇവിടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഇപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞു. ആരോഗ്യ മേഖല സൂചികയെ സംബന്ധിച്ച് നിതി ആയോഗ് പറഞ്ഞെന്താ? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യത്തിന്റെ മേഖലയുടെ മുന്നേറ്റം ഉണ്ടാക്കിയ 1ാമത്തെ സ്റ്റേറ്റ് കേരളം. നിതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലുള്ള സുസ്ഥിര വളർച്ചയിൽ 1ാമത്തെ 23-24 ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരുപാട് കൊല്ലം മുമ്പുള്ളതല്ല. 23-24 നിതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ സുസ്ഥിര വളർച്ചയിൽ 1ാമത്തെ സ്റ്റേറ്റ് കേരളം. നിങ്ങൾ എന്നിട്ട് ഏത് സ്റ്റേറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ, നിങ്ങൾക്ക് അമേരിക്ക ആണല്ലോ മാതൃരാജ്യം, കേരളം അല്ലല്ലോ. നിങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഭാരതന്മാരായിട്ടുള്ള വലിയ മനുഷ്യന്മാരാണല്ലോ. ഞങ്ങൾ പാവം കേരളത്തിൽ ജീവിക്കുന്നവരാണ്, കേരളത്തെ കുറിച്ച് അഭിമാനിക്കുന്നവരാണ്. കേരളത്തോട് കാണിക്കുന്ന അന്യായം എല്ലാ ജനങ്ങളോട് കാണിക്കുന്ന അന്യായമാണെന്ന് വിചാരിക്കുന്നവരാണ്. നിർഭാഗ്യവശാൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ആ അന്യായമാണ് കാണിക്കുന്നത്. അതിനെല്ലാ പിൻബലവും UDF നൽകുന്നു. അത് നടപ്പാക്കുന്നതിൽ BJP മുൻകൈയിലാണ്. കേരളം തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. നന്ദി ശ്രീ എം പ്രകാശൻ, ഡോക്ടർ മേരി ജോർജ്, ശ്രീ ഷാബു പ്രസാദ് പോയിന്റ് ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ക്ഷേമ പെൻഷൻ കൂട്ടും, കുടിശ്ശിക തീർക്കും. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടക്കുമോ? നടക്കുമെന്ന് 20% പ്രേക്ഷകർ, ഇല്ല എന്ന് 77%. പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
തുടങ്ങിയത് 94-ലാണ്. 30 വർഷം